ന്യൂസ് 16 കേരള. ലഹരി വിരുദ്ധ ക്യാമ്പയിൻ പ്രമേയം പാസാക്കി. SFPR തിരൂരങ്ങാടി താലൂക്ക് വാർഷികാഘോഷ പരിപാടിയുമായി ബന്ധപ്പെട്ട കൂടിയാലോചനാ യോഗത്തിൽ ഈ കാലഘട്ടത്തിലെ തീരാശാപമായ യുവത്വത്തെ കാർന്നു നിന്ന ഏറ്റവും വലിയ സാമൂഹിക വിപത്തായ രാസലഹരിയെക്കുറിച്ചുള്ള അനിശ്ചിതകാല ബോധവൽക്കരണ പ്രതിരോധ മാർഗങ്ങൾക്കായുള്ള ക്യാമ്പയിൻ പ്രമേയം യോഗം പാസാക്കി വരാനിരിക്കുന്ന വാർഷിക സമ്മേളനത്തിൽ വെച്ച് ലഹരി പ്രതിരോധ ആക്ഷൻ സെല്ലിന് രൂപം നൽകുവാനും യോഗം തീരുമാനിച്ചു. നിഷ്കളങ്കരായ വിദ്യാർത്ഥികളെയും യുവാക്കളെയും വശീകരിച്ച് കെണിയിൽപ്പെടുത്തി കണ്ണികളാക്കുന്ന ലഹരി മാഫിയകളുടെ പ്രവർത്തനം കടുത്ത മനുഷ്യാവകാശ ലംഘനമാണെന്നും അതുകൊണ്ട് തന്നെ മനുഷ്യാവകാശ സംഘടനയായ SFPR പ്രവർത്തകർ ലഹരിവാഹകരെയും ഉപയോഗിക്കുന്നവരെയും കണ്ടെത്തി ബോധവൽക്കരണവും ആവശ്യഘട്ടത്തിൽ നിയമപാലകരുടെ സഹായവും തേടി പ്രതിരോധ പ്രതിവിധി പ്രവർത്തനങ്ങളിൽ ആത്മാർത്ഥമായി അണിചേരണമെന്ന് സംസ്ഥാന വൈസ് പ്രസിഡന്റ് VP മൊയ്തീൻകുട്ടി അഭിപ്രായപ്പെട്ടു. സംസ്ഥാനത്തെ 6 വരി ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പ്രാദേശികവാസികൾക്കുള്ള യാത്രാ ദുരിതങ്ങളെ കൃത്യമായി പഠനവിധേയമാക്കി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് നിവേദനം നൽകുവാനും യോഗം തീരുമാനിച്ചു. മെയ് 12, 13 തീയതികളിൽ നടത്താൻ ഉദ്ദേശിക്കുന്ന തിരൂരങ്ങാടി താലൂക്ക് കമ്മിറ്റിയുടെ വാർഷികാഘോഷ സംഗമത്തിൽ വിവിധ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക പ്രതിനിധികളും SFPR കുടുംബാംഗങ്ങളും പങ്കെടുക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണ ക്ലാസ് ഉൾപ്പെടുത്തുവാനും പ്രതിജ്ഞയെടുക്കുവാനും യോഗം തീരുമാനിച്ചു. തിരൂരങ്ങാടി റെസ്റ്റ് ഹൌസിൽ വെച്ച് ചേർന്ന യോഗം സംസ്ഥാന വൈസ് പ്രസിഡന്റ് VP മൊയ്തീൻകുട്ടി ഉദ്ഘാടനം നിർവഹിച്ചു. താലൂക്ക് പ്രസിഡന്റ് MK ഇബ്രാഹിംകുട്ടി അധ്യക്ഷത വഹിച്ച് താലൂക്ക് ജനറൽ സെക്രട്ടറി MA റഹീം സ്വാഗതം ആശംസിച്ച യോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് AK ഭാവ, ജനറൽ സെക്രട്ടറി ബഷീർ മമ്പുറം, വൈസ് പ്രസിഡന്റ് ചന്ദ്രൻ കുന്നത്ത്, സിദ്ദീഖ് ചാലിൽ, PK അബ്ദുറഹ്മാൻ ഭാവ, കാരാടൻ ഇബ്രാഹിം, M ഹനീഫ, VP ഹുസൈൻ ഹാജി, അലി മലപ്പുറം, ബാബു റാസ്പുട്ടിൻ, സുബൈർ താനൂർ, രാജു പടിക്കൽ, ഷാഫി കൂരിയാട്, വത്സല, സിന്ധു തുടങ്ങിയവർ സംസാരിച്ചു. കടവത്ത് സൈദലവി നന്ദി പറഞ്ഞ് യോഗം അവസാനിച്ചു. റിപ്പോർട്ട് റഹീം MA പള്ളിപ്പടി, ന്യൂസ് 16. പക്ഷമില്ല, വിവേചനമില്ല. നേരിനൊപ്പം, നാടിനൊപ്പം, നാട്ടുകാർക്കൊപ്പം. ന്യൂസ് 16 കേരള ചാനൽ.